ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നെസ്റ്റോയിലെ നമ്മളിവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ കളറിങ് കോമ്പറ്റീഷനാണ്. അതുമല്ല ഇന്ന് ഓഗസ്റ്റ് 15 അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഞങ്ങൾ കളർ സാധനമൊക്കെ ആയിട്ട് നെസ്റ്റോയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 6 മണിയല്ല 7 മണി ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ 7 റിപ്പോർട്ട് ചെയ്യണം. അത് ഇപ്പോഴേ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഇറങ്ങുമ്പോഴത്തേനും അവിടെ മൊത്തം ഇരുട്ടായിരിക്കും. അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴേ അങ്ങ് ഇറങ്ങി. അത് കണ്ടു ഒരു സിറ്റി, അടിപൊളിയായിട്ടുള്ളൊരു സിറ്റി വെറുതെ കൊണ്ട് കളഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു നിമിഷം അവിടെ വെറുതെ കാണത്തില്ലായിരുന്നു. ഇവിടെ ആർക്കും വേണ്ട, വലിച്ചെറിയുവാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. എന്തായാലും നമുക്ക് നടന്ന് നെസ്റ്റോയിലേക്ക് പോകാം. അവിടെ 8 മണിയാകുമ്പോഴത്തേനാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. എന്തായാലും നമ്മൾ ഇറിറ്റേഴ്സാണ്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും നിറച്ച് ഈന്തപ്പഴം എല്ലാത്തിനകത്തും പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വെട്ടിക്കൊണ്ട് താഴെ കിടക്കുന്നതാണോ, കുറേ ഈന്തപ്പഴം താഴെ കിടക്കുന്നുണ്ട്. ഇട്ടിക്കളയുന്ന ഇവിടെയൊക്കെ നിറച്ച് ഈന്തപ്പഴം താഴെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടു ഗൈസ്, താഴെ കിടന്ന ഈന്തപ്പഴമാണ്. നല്ല ഫ്രഷ് ഈന്തപ്പഴമാണ്, ഒരു മായവും ചേർത്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഗോയ്സ്, നമുക്ക് ചെസ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബി ആണ്, ഹൈ ആണ്. അങ്ങനെ ഗൈസ്, ഈ പ്രാവശ്യം എ സെക്ഷനും ബി സെക്ഷനും ഒരുമിച്ചായിരുന്നു ഇരുത്തിയത്. എല്ലാവരും അറേഞ്ച് ചെയ്ത് ഇരുത്തുന്നതേ ഉള്ളു. ഹയ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഇരിക്കുവാണ് ഗൈസ്. ഈ പ്രാവശ്യം സമ്മാനം കൊണ്ടേ വരുത്തുള്ളത്. അങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്തൊക്കെ ഇരുത്തി. അങ്ങനെ കളറിങ് കോമ്പറ്റീഷൻ തുടങ്ങി. അയാൾക്ക് കിട്ടിയ പിക്ചർ ഏതാണെന്ന് വെച്ചാൽ നെസ്റ്റോയുടെ ആയിരുന്നു. എനിക്ക് കിട്ടിയ പിക്ചർ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സെയിം കളറിങ് കോമ്പറ്റീഷനുള്ള പിക്ചർ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ആ പിക്ചർ ചെയ്തതിന് എനിക്ക് സെക്കൻഡ് കിട്ടിയിരുന്നു. അന്ന് എനിക്ക് 150 റിയാലിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ആയിരുന്നു കിട്ടിയത്. അതിന് ഫുള്ള് ഞാൻ ടോയ്സും ക്യാൻഡീസും വാങ്ങി. അങ്ങനെ ഹയയുടെ കളറിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും നെസ്റ്റോയുടെ വക ജ്യൂസും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കളറിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞില്ല, ഞാൻ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം കഴിയും സമയം. ഗൈസ്, ആ കാണുന്നതാണ് പ്രൈസ് ആയിട്ട് കിട്ടുന്ന സൈക്കിളുകൾ. അങ്ങനെ പ്രൈസ് പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓർക്കപ്പുറത്തായിരുന്നു ഗൈസ് ഹയയുടെ പേര് വിളിച്ചത്. ഹയക്ക് 100 റിയാലിന് ഗിഫ്റ്റ് വൗച്ചർ കിട്ടി. ഹയ കിളി പോയി നിൽക്കുവാണ്. ചെറിയ കുട്ടികളുടെ കൂട്ടത്തിൽ ഹയക്ക് 3rd പ്രൈസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് പ്രൈസിന് സൈക്കിള്, സെക്കൻഡ് പ്രൈസിന് ടാബും ആണ് കിട്ടുന്നത്. 100 റിയാലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 2200 രൂപയൊക്കെ ആവും. ഇനി ബി സെക്ഷൻ്റെ പ്രോത്സാഹന സമ്മാനമാണ് കൊടുക്കാൻ പോകുന്നത്. ബി സെക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ സെക്ഷനാണ്. ഹയയുടെ ഗ്രൂപ്പിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡും ആണ് നിർത്തിയേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തതുകൊണ്ട് ഹയ ഭയങ്കര വിഷമത്തിലായിരുന്നു ഗൈസ്. പക്ഷേ ഈ പ്രാവശ്യം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ സെക്ഷനിലുള്ള പ്രൈസ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുവാണ്.
ഇവർ നമ്മുടെ ചെസ് നമ്പർ വിളിക്കുന്നത് അറബിയിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവത്തില്ല. ബളബളബളബളാന്നൊക്കെയാണ് പറയുന്നത്. അവസാന പേര് വിളിച്ചപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഹയാടെ അങ്ങനെയായിരുന്നു, പേരായിരുന്നു വിളിച്ചത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 3rd പ്രൈസ് കൊടുത്തു. ഇനി 2nd ആണ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പറയട്ടേന്നായിരിക്കും. അങ്ങനെ ഗൈസ് എനിക്കായിരുന്നു 2nd പ്രൈസ്. ഗൈസ് സൈക്കിൾ ഇട്ടില്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല, ഹയാക്ക് ചവിട്ടാൻ പറ്റും. കാരണം അത് ഞങ്ങളുടെ 2 പേർക്ക് സൈക്കിളുണ്ട് നാട്ടിൽ. അതുമല്ല സൈക്കിൾ കിട്ടുവാണെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. അപ്പം എനിക്ക് ടാബും കിട്ടി, ഹയാക്ക് അത്യാവശ്യം അധിക സമ്മാനം വാങ്ങിക്കാനുള്ള പൈസയും ഗിഫ്റ്റ് വൗച്ചറും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡബിൾ ഹാപ്പിയാണ്. ഇനി ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഞങ്ങളെല്ലാവരും നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ എടുപ്പാണ്. അയാളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ഭയങ്കര കുട്ടി പോലെ തോന്നായ ആ കൂട്ടത്തിൽ കണ്ടിട്ട്. നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ ടാബും ഹയാടെ ഗിഫ്റ്റ് വൗച്ചറും നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ എൻ്റെ പടം നന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പടം. കഴിഞ്ഞ പ്രാവശ്യം സെയിം പടമായിരുന്നു എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നന്നായിട്ട് വരയ്ക്കാൻ പറ്റി. പക്ഷേ ഹയാക്ക് നേരത്തെ പടമല്ലായിരുന്നു, വേറെ പടം. ഇപ്പം നെസ്റ്റയുടെ പടമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി നമ്മുടെ അൺബോക്സിങ് ചടങ്ങിലോട്ട് കടക്കാം. ആദ്യം ഞാനാണ് അൺബോക്സ് ചെയ്ത്. നമ്മുടെ ഒരു ചെറിയൊരു റിബൺ ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ആശിച്ചിട്ടതാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാബ് എന്ന് പറയുന്ന സംഭവം. പണ്ട് വാപ്പിയുടെ കയ്യിലുണ്ടായിരുന്നു. വാപ്പി വരുമ്പോൾ ഞാൻ ആ ടാബ് വെച്ചിട്ടുണ്ടായിരുന്ന കളിയൊക്കെ. പക്ഷെ ഇതുവരെ എനിക്ക് സ്വന്തമായിട്ടൊരു ടാബില്ല. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതെന്താ അങ്ങനെ മതി പുലിക്ക് സർവത്തല്ലത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇത് എനേജറിന്റെ ആണ്. നമുക്ക് ബ്ലൂ കളറാണ് ഗൈസ് ടാബ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ടാബ്. ഓ മൈ ഗോഡ്, കുറെ ഇതൊക്കെയുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇതെന്തോ നമുക്ക് ആദ്യം നോക്കാം. ഇതൊക്കെ എന്ത് സംഭവം?
ഹാപ്പി ആണെങ്കിൽ ഇവിടെ ഇതെന്തോ സ്ലൈമോ, ഇതെന്തോ ഇത് ക്ലേ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്തോ സംഭവം, സ്റ്റിക്കർ, ഇതെന്തോ സംഭവം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. വേറെ കൊറേ ഒക്കെ ഉണ്ട്. ഇത് സത്യത്തിൽ ഒരു ടാബ് അല്ല, ഇവിടെ ഇളക്കാം. സ്ക്രീൻ ഉണ്ട്. എനിക്ക് നോക്കട്ടെ, നമുക്ക് സ്ക്രീൻ ടാബ് ആണോ? ഇതിങ്ങനെ ഓണാക്കുന്നേ. ക്യാമറ ഉണ്ട്, ഇതെങ്ങനെ ചാർജ് ഇല്ലേ? ഇതിവിടെ ചാർജ് വേണം. അതേ ഓണയില്ല വീടോ. ഇതെങ്ങനെ ചാർജ് കുത്തണം. സ്ക്രീൻ വരുന്നുണ്ട് സംഭവം. ഇതിനകത്ത് കുറെ നമുക്ക് ഈ എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിനകത്ത് കുറെ പേനയുടെ റീഫില്ലുണ്ട്. പിന്നെ ഓർബിറ്റ്സ് ഉണ്ട്. ഇത് ഇത്രയുണ്ട്. ഇനി നമുക്ക് കാണിച്ച സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആനിമൽ സ്റ്റിക്കേഴ്സ് ആണിത്. പിന്നെ ഇതെന്താ നേച്ചറിന്റെ ചാർജർ. ഇയർഫോൺ ഒക്കെ വരുന്നുണ്ട്. ഇതല്ല നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇത് കുറെ ഉണ്ട് ഗൈസ്. അതിന്റെ ഒരു ഫീച്ചേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ബുക്കിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ കുറെ സമയം എടുക്കും. ഇന്ന വാപ്പി അതിന്റെ കുത്തുന്ന സാധനമാണ് ഗൈസ്. ഈ കണ്ടോ നമ്മുടെ ചാർജ് ഇട്ടാണെങ്കിൽ അപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. 3D കണ്ണാടി ഉണ്ട്. പിന്നെ ഒരു വാച്ച് ഉണ്ട്. നമുക്ക് ഈ വാച്ച് അൺബോക്സ് ചെയ്യാം. ഇതെന്തൊരു വാച്ച്? LED വാച്ചാണ്. അപ്പോഴത്തേക്ക് കണ്ണാടി ട്രൈ ചെയ്യണം. അതിനകത്ത് കുറെ സംഭവം ഉണ്ട് കേട്ടോ. ചുമ്മാ ഇതൊരു ലേണിംഗ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതെന്തുവാണിത്? ഇതൊരു കളറിങ് ബുക്കാണെന്ന് തോന്നുന്നു ഗൈസ്. ഒരു കളറിങ് ബുക്കും 2-3 സ്കെച്ചും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ടാബിൻ്റെ കൂടെ വന്നേക്കുന്ന ഒരു ഇയർഫോൺ ആണ്. പിന്നെ ഇതെന്തു സംഭവമാണ് എനിക്ക് അറിയത്തില്ല. ഇയർഫോൺ ആണ് ചോദിച്ചത്. നമുക്ക് ഈ ഒരു സെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് എടുക്കാം. അതൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട്. ഒരു പെൻസിലുണ്ട്, ഒരു കട്ടറുണ്ട്, ഒരു സ്കെയിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ആണ്. പണ്ട് എനിക്ക് വാപ്പി ഇതേ സെയിം ഒരു ബോക്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ യൂണിക്കോണിൻ്റെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബോക്സിനകത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. പെൻസില്, കട്ടറ്, സ്കെയില്. ഇതൊരു പേപ്പർ സ്കെയിലാണ്. ഇത് സെയിം അയാൾക്കുണ്ടായിരുന്നു. സ്പേസ് ഗെയിമോ അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞു. എനിക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂ കളറിലുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണാടി നമുക്ക് ഇട്ട് നോക്കാം ഗൈസ്. നമുക്ക് ഇതും കൂടി അൺബോക്സ് ചെയ്യാം. എന്തായാലും നമ്മുടെ ടാബ് ചാർജ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പം നമുക്ക് ഇതും കൂടി അൺബോക്സ് ചെയ്യാം ഗൈസ്. എനിക്ക് കളർ അടിക്കാൻ പുതിയ സാധനം. ഗൈസ് ഇത് 2 ഷീറ്റാണ്. ഇത് ബുക്കല്ല. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഇത് ഷീറ്റാണ്, ബുക്കല്ല. അപ്പൊ എനിക്ക് വാച്ചിക്ക് വെക്കാം. ഒരെണ്ണം നിനക്ക്, ഒരെണ്ണം എനിക്കുമായിട്ട് അടിക്കാം. അപ്പൊ അയാടെ ആണെങ്കിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അയാടെ അതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചറുണ്ട് ഗൈസിനകത്തുള്ള. നമുക്ക് എനിക്ക് എൻ്റെ അകത്ത് കുറേ സംഭവം ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ 100 റിയൽ വൗച്ചർ. ഞങ്ങളുടെ ചെസ് നമ്പർ കാണിച്ചില്ലല്ലോ. ഞങ്ങളുടെ ചെസ് നമ്പർ 168-ും 170-ഉം. ഒരു നമ്പറിന്റെ ഡിഫറൻസ് ആണ് ഞാനും ഹയായും തമ്മിൽ. അപ്പൊ നമ്മുടെ ടാബ് ചാർജ് കയറും. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മുടെ ടാബ് ഇവിടെ ചാർജ് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇക്ക് ആകെ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് സിമ്മൊക്കെ ഇടാൻ പറ്റും. നമ്മുടെ ടാബ് ചാർജ് ഇട്ട ശേഷം കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ബൈ ബൈ.